നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. കഴിഞ്ഞ ഡിസംബറിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ചായിരുന്ന മിക്കായൽ സ്റ്റാറയെ സാക്ക് ചെയ്തത്. അപ്പോൾ ആ ഘട്ടത്തിലൊക്കെ പലരും പറഞ്ഞിരുന്നു, ഇതാ പുതിയ കോച്ച് വരുന്നു, ഉടൻ വരുന്നു, ഒരാഴ്ചക്കുള്ളിൽ പ്രഖ്യാപനം എന്നൊക്കെ പലരും വാർത്ത കൊടുത്തു. അന്നേ നമ്മൾ പറഞ്ഞു അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും നടക്കുന്നതായിട്ട് സൂചനകളില്ല, പെട്ടെന്നൊരു പ്രഖ്യാപനത്തിന് വേണ്ടിയിട്ടുള്ള സൂചനകളില്ല എന്ന്. ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനിയിപ്പോൾ ഈ സീസണിൽ 3 മത്സരങ്ങളാണ് ബാക്കിയുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ജംഷഡ്പൂർ മത്സരം മാർച്ച് 1-ന്, പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മുംബൈ സിറ്റി FC മത്സരം മാർച്ച് 7-ന്, കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഹൈദരാബാദ് മത്സരം മാർച്ച് 12-ന്. അത് കഴിഞ്ഞാൽ പിന്നെ സൂപ്പർ കപ്പിലെ മത്സരങ്ങളും ഉണ്ടാവും. അപ്പോൾ നിലവിൽ പുതിയൊരു കോച്ചിനെ കണ്ടെത്തുന്നതിനുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ നീക്കങ്ങൾ ഏതുവരെയായി, അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റാണ് നമ്മൾ പരിശോധിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ കാരോലിസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്ന ഈ വിഷയത്തിൽ പറയുന്നത്, റൈറ്റ് നൗ നമുക്ക് തോമസ് കോച്ചും TGP കോച്ചും ഉണ്ട്. അവർ എക്സെപ്ഷണലി ഗുഡായിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറച്ച് കോച്ചുമാരുമായിട്ട് ഡിസ്കഷൻസ് ഒക്കെ നടത്തിയിരുന്നു. അതിൽ ചിലർ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നവരാണ്, ചിലർ നേരത്തെ ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുള്ളവരാണ്, ചിലർ ഇന്ത്യയിൽ പുതുതായിട്ട് വരാനുള്ളവരുമാണ്, അതായത് ഇന്ത്യയിൽ ഇതുവരെ ഇല്ലാത്തവരാണ്. പക്ഷേ ആ ഡീൽ ഒരു ഷോർട്ട് നോട്ടീസിൽ നടക്കുന്നതല്ല. സോ നമ്മൾ പഴയ കോച്ചുമായിട്ട് വഴി പിരിയുമ്പോൾ പുതിയ ഒരു കോച്ചിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് ആ ഒരു കാംനെസ്സും പേഷ്യൻസും ഒക്കെയുള്ള ഒരാളെയാണ് നമുക്ക് വേണ്ടിയിരുന്നത്. അതായത് കോൺഫിഡൻ്റ് ഇല്ലാത്ത ടീമിന് കോൺഫിഡൻറ്റ് ബിൽഡ് ചെയ്യാൻ കെൽപ്പുള്ള ഒരാൾ, ടീമിൻ്റെ മിസ്റ്റേക്കുകൾ റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരാൾ, അങ്ങനെ ഒരാളെയാണ് നമ്മൾ നോക്കിയത്. പക്ഷെ പിന്നീട് നമ്മൾ കണ്ടത്, ഇപ്പോഴുള്ള കോച്ചുമാരുണ്ടല്ലോ, അവരിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഔട്ട്പുട്ട് ലഭിക്കുന്നതാണ്. സോ ആസ് ഓഫ് നൗ ഇത് ഈ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകും. ഇറ്റ് വിൽ സ്റ്റേ ലൈക്ക് ദാറ്റ്. അപ്പം എങ്ങനെ ഇത് പുരോഗമിക്കുന്നു എന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല. ഇപ്പോഴുള്ള കോച്ചുമാർ നല്ല രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്രൂപ്പ് അവരെ കോച്ചസ് ആയിട്ട് അംഗീകരിച്ചിട്ടുമുണ്ട്. ദേ ആർ ആക്സെപ്റ്റഡ് ഇൻ ദി ഗ്രൂപ്പ് ആസ് കോച്ചസ്. നമ്മൾ ഭാവിയിൽ എന്തുണ്ടാകും എന്നുള്ളത് ഉറ്റുനോക്കുകയാണ്. നമ്മുടെ മുന്നിൽ ഓപ്ഷൻസ് റെഡിയാണ്. നമുക്ക് പ്ലാൻസ് ഉണ്ട്. പ്ലാൻ A, B, C, ഈവൻ പ്ലാൻ D പോലും ഇവിടെ റെഡിയാണ്. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ് നമുക്ക് ബെസ്റ്റ് സൊല്യൂഷൻ എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേമിലേക്ക് കാര്യങ്ങൾ, ഒരു ഷോർട്ട് ടേം ഗോൾ എന്ന് പറയുമ്പോൾ ടു സേവ് ദിസ് സീസൺ ആൻഡ് ഓൾസോ ലോങ് ടേം ഗോൾസ്, അത് വെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. വി ആർ മെഷറിങ് തിങ്സ് ടു മേക്ക് ദി ബെസ്റ്റ് ഡിസിഷൻ എന്നാണിപ്പോൾ SD പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ചിനെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ എവിടെയും എത്തിയിട്ടില്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഓപ്ഷൻസ് റെഡിയാണ്, ഫൈനൽ തീരുമാനം എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത സീസണിന് മുന്നോടിയായിട്ട് ഒരു പുതിയ കോച്ച് വരും, മികച്ച കോച്ച് വരും എന്ന് തന്നെ പ്രതീക്ഷിച്ച് കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.